വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ കാക്കനാടുള്ള ടോണിയൻ കയ്യിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ മാസത്തിൽ മുടി വെട്ടേണ്ട ഒരു സ്വഭാവമുണ്ട്. എന്തൊക്കെയോ എൻ്റെ മുടിയിൽ കാട്ടണം, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ്. അപ്പോൾ മുടി വെട്ടാൻ വിചാരിച്ചു. മുടി വെട്ടണം, പിന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ബോട്ടോക്സ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഹെയറൊക്കെ ഭയങ്കര ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ ബോട്ടോക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംഭവം എന്നറിയില്ല, കൊളാവോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതെല്ലാം നമ്മൾ പോവാണ്, പരീക്ഷിക്കാൻ പോവാണ്. ഓക്കെ. അപ്പം നമ്മൾ മുടിയൊക്കെ വെട്ടി മുടീൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും വഴി വരണ വഴി അതൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ കുറേ നാളെ വിചാരിക്കണം ബോട്ടോക്സ് ചെയ്യണമെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബോട്ടോക്സ് ചെയ്തിട്ട് ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ പിന്നെയും ബോട്ടോക്സ് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കാലയളവിലേ നിൽക്കുള്ളൂ ഹെയറിൽ. പിന്നെ ഹെയർ പെട്ടെന്ന് ഗ്രോത്ത് ഒക്കെ ആവണവർക്കൊക്കെ ആണെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു 45 വാഷ് ചെയ്യുമ്പോൾ തന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇത് പോണതാണ്. മുടീൻ്റെ ആ ടെക്സ്ചർ മാറിയിട്ട് നോർമൽ പണ്ടത്തെ ഹെയർ തന്നെ ആവും. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കണു. കാരണം എൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ നിങ്ങൾ കഴിഞ്ഞ ഫ്രെഡീൻ്റെ ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ ചുളിവൊക്കെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു 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 എന്തോ പോലെ ഉണ്ടായി. കാരണം എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണത് ഇഷ്ടമാണ്. കാരണം വേറെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണല്ലോ. അപ്പോൾ ബോട്ടോക്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫുള്ള് ബാക്കിലൊന്നും നമ്മളെ ബോട്ടോക്സ് പഴയത് പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫുള്ള് ചെയ്യണമെന്നില്ല. ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ ഈ ഫ്രണ്ടത്തും കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് വശത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. കറക്റ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ബോട്ടോക്സ് ഓർ കെറാറ്റിൻ, ഇത് രണ്ടും ഞാൻ സജസ്റ്റ്. എന്നാലും നോർമൽ നാച്ചുറൽ ഹെയർ ആണ് ഏറ്റവും ബെസ്റ്റ്. എന്നാലും ചോദിക്കണവരോടത്ത് ഞാൻ പറയാറുണ്ട് ബോട്ടോക്സ് ചെയ്തോ അല്ലെങ്കിൽ കെറാറ്റിൻ ചെയ്തോ. ഈ കഴിഞ്ഞ ആഴ്ച പോലും ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു
എന്താ ചെയ്യേണ്ടത്, സ്ട്രൈറ്റിങ് സ്മൂത്തിങ് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്തോ എന്ന് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കെരാറ്റിൻ പിന്നെയും കുഴപ്പമില്ല, ബോട്ടോക്സും പിന്നെയും കുഴപ്പമില്ല. പക്ഷേ സ്ട്രൈറ്റിങ് സ്മൂത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും മുടിക്ക്. നല്ല ഉള്ളുള്ള മുടിയൊക്കെയാണ് പിന്നെ പറയേണ്ട, നമ്മൾ ലൈഫ് ലോങ് പിന്നെ അത് ഓർത്ത് കരയേണ്ടി വരും. അത്രയും ഹെയർ ഫാൾസ് കാര്യങ്ങളുണ്ടാവും, നല്ല മുടി ഡാമേജ് ആവുന്നുണ്ട്. ഹെയർ കളറിങ് ഒന്നും എൻ്റെ അടുത്ത് ചെയ്യണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെയർ കളറിങ് ഇപ്പോൾ എനിക്ക് ചെയ്യണമെന്നില്ല. കാരണം എൻ്റെ ഓൾറെഡി എൻ്റെ ഹെയറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു ചെറിയൊരു തരത്തിലൊരു ഹെയർ കളർ ചെയ്തത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണത്. അപ്പോൾ ഞാൻ ഹെയർ കളർ ചെയ്യേണ്ട ചോദിച്ചു. ഹെയർ കളർ ചെയ്താലും ചില സമയത്ത് ചിലർക്ക് ഡാമേജ് ആവും. പ്രത്യേകിച്ച് ഇവിടെ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടുത്തെ വെള്ളം അത്ര നല്ല വെള്ളം ഇപ്പം കിട്ടാറില്ല. കിണറിലെ വെള്ളം അങ്ങനെയൊന്നുമില്ല. എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളി വെള്ളമാണ്. കിണറിലെ വെള്ളമായതുകൊണ്ട് ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ വെള്ളവും നമ്മൾ സൂക്ഷിച്ചാണ് അത്രയും കെയറായിട്ടാണ് ഹെയർ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കളറിങ് ചെയ്തിട്ടില്ല, പക്ഷേ ബോട്ടോക്സ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ മനസ്സിലാവുന്നുണ്ട് എൻ്റെ പഴയ ഹെയറിന് നല്ല വ്യത്യാസമുണ്ട്, നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ടോണി ആൻഡ് ഗൈയിൽ നിന്നാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് അറിയുന്ന ബ്രാൻഡ് തന്നെയാണ്, ഇതൊരു പ്രൊമോഷനായിട്ടൊന്നും ആരും കണ്ട കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ഹെയറും കാര്യങ്ങളൊക്കെ അത്രയും സേഫായിട്ട് നോക്കിയിട്ടാണ് ഒന്നെങ്കിൽ പെക്കേന്ന് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ആൻഡ് ഫേസ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ചെയ്യാറ്. അതിപ്പോൾ ടോണി ആൻഡ് ഗൈയിൽ നിന്ന് കുറേ നാളായി അങ്ങോട്ട് പോയിട്ട് ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷേ എനിക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല കസ്റ്റമേഴ്സിനോടുള്ള ഒരു അപ്രോച്ച് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ ഹെയർ സ്റ്റൈൽസിൻ്റെ ID താഴെ ഇടാം കേട്ടോ. അത് ചേട്ടൻ്റെ ഭയങ്കര ഹെയറും കാര്യങ്ങളൊക്കെ എനിക്ക് ഷാമ്പും കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഹെയറിൻ്റെ ടെക്സ്ചറിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഡാൻഡ്രഫിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വൃത്തിക്ക് പറഞ്ഞു തരുന്നുണ്ടായി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഒരു ID ഞാൻ താഴെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡട്സ് കാര്യങ്ങൾക്കും പിന്നെ ഹെയർ കട്ട് കാര്യങ്ങൾക്കും മുടീൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ ആ ചേട്ടനോട് മെസ്സേജ് ചോദിച്ചാൽ മതി ഇൻസ്റ്റയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും കൂടെ പറയണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പേഴ്സണലി മുടി ഹെയർ കളർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ സ്കിന്നിൻ്റെത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, സ്കിന്നിന് എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ കെമിക്കൽ പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും എൻ്റെ ചെറിയ തരത്തിലുള്ള പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ട്. ഇതിപ്പോൾ ഈ ഇടയിൽ എനിക്ക് സ്ട്രെസ്സ് കാര്യങ്ങൾ വന്നാൽ അപ്പം തന്നെ പിമ്പിൾസിലായിട്ടാണ് അത് മാറുക. പിമ്പിൾസ് നല്ലപോലെ വരും, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് വരുന്ന പിമ്പിൾസൊക്കെ ഭയങ്കര പാടുള്ള പിമ്പിൾസൊക്കെ വരിക. കണ്ടോ, ഇതൊക്കെ എനിക്ക് കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഞാൻ കടന്ന് മുങ്ങിയ സമയത്തൊക്കെ ഉണ്ടായ പിമ്പിൾസാണ്. അപ്പോൾ അതാണെങ്കിൽ അങ്ങോട്ട് പോകണമില്ല. അപ്പോൾ പിമ്പിൾസിൻ്റെ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് ഏതാ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എടപ്പള്ളിയിലുള്ളൊരു ഇതിൽ നിന്ന്. അപ്പം പിന്നെ എനിക്ക് പിന്നെയും പിമ്പിൾസ് വന്നുകൊണ്ടാണ് ഞാൻ ആർക്കും എന്താ ചെയ്തതെന്നോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ടിരുന്നത്. പക്ഷേ ചെയ്ത സമയത്ത് നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്, പിന്നെ എൻ്റെ ഹോർമോൺസ് കുറച്ച് പ്രശ്നങ്ങൾ, PCODൻ്റെ എനിക്ക് ചെറിയൊരു തുടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയപ്പോഴാണ് അതൊക്കെ കറക്റ്റായത്. അപ്പം പിമ്പിൾസിൻ്റെ കാര്യത്തിൽ അതാണ് ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എന്താ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടണം. ഞാൻ പക്ക റിസൾട്ട് കിട്ടിയിട്ട് വേണ്ടി നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ യൂസ് ആക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെയിം മോയ്സ്ചറൈസിങ് ആയാലും സൺസ്ക്രീൻ ആയാലും പിന്നെ സെറം കാര്യങ്ങളൊക്കെ ഞാൻ സെയിം തന്നെയാണ് യൂസ് ആക്കണത്. രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ ഞാൻ യൂസ് ആക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്കിന്നും ഹെയറൊക്കെ ഞാൻ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് എന്താ, നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്ന് കാണാൻ ആഗ്രഹമുള്ളത് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് അഭിപ്രായമായിട്ട് ഇടുകയാണെങ്കിൽ ഞാനത് ഫോളോ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ കണ്ടന്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാവണ തരത്തിലുള്ള കണ്ടന്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് കാണണം, ഇങ്ങനൊരു ടൈപ്പ് വീഡിയോ കാണണം, അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള ഒരു ഇതാണ് റിവ്യൂ ആണ് ചേച്ചിയിൽ നിന്ന് വേണ്ടതെന്ന് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് അഭിപ്രായത്തെ മാനിച്ച് ഞാനത് ശ്രദ്ധിക്കാം, എന്താ പറയുക അത് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും എൻ്റെ ലൈഫിൽ നടക്കണില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു പറയാൻ തക്ക ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊന്നും ഇല്ല. സെയിം ഡേ പോലെയാണ് എല്ലാ ദിവസവും പോണത്. അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക ഡേ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് അത് കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ച് അറിയിക്കുന്നതാണ്. അപ്പം ഹെയറിൻ്റെ കാര്യം പറയാൻ വന്നപ്പോൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. അപ്പം അത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്.
പിന്നെ മുടീൻ്റെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ലോങ് ഹെയർ വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്റ്റൻഷൻ. അപ്പോൾ അതെൻ്റെ കുറച്ച് പേര് ചോദിച്ചു. ഞാൻ വ്ളോഗായിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, ആ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചു വെച്ചത്. അപ്പോൾ ഹെയർ അത് അവിടെ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷൂട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ചോദിച്ചാണ്. അല്ല കേട്ടോ, എനിക്ക് ഹെയർ ഷോർട്ട് ഹെയർ ഒരു ഷൂട്ടിന് വേണ്ടി വേണം, അതുകൊണ്ട് മാത്രം. അത് വെട്ടാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആക്കിയതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് ബെൽ ബട്ടണും കൂടി അമർത്തേണ്ടതാണ്. പിന്നെ എന്താണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഒരു വർഷത്തിൽ എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതെൻ്റെ ഒരു വാശിയാണ്. അത് ഞാൻ എന്തായാലും ഈ വർഷം കൊണ്ട് ഞാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ഒരു അത് തന്നെയാണ്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അത് സെറ്റാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും അതിനെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലത്തെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം എപ്പോഴും ഉണ്ടാവും. നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് മുടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ ഹെയർ ഇപ്പോഴത്തെ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ, ലവ് യു ഗൈസ്.